ഹലോ, വണ്ടർഫുൾ ഗുഡ് ഈവനിങ് ഓൾ. എന്റെ പേര് ഇർഫാന. സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ഡിജിറ്റൽ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാണ്. മോസ്റ്റ് വിലൗഡ് വെൽക്കം. നമുക്കറിയാം ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് റിക്വസ്റ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. പറ്റുന്നവരൊക്കെ ക്യാമറ ഓൺ ചെയ്ത് തന്നെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ക്യാമറ ഓൺ ചെയ്യുന്നവര് നല്ലൊരു ഡ്രസ് കോഡും ബാക്ക്ഗ്രൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ വാഹനം ഓടിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവർ ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവാം. മേ ബി നിങ്ങളുടെ ഒരു ബന്ധു ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഒരു ഓൺലൈൻ വെൽവിഷർ ആയിരിക്കാം. ആര് തന്നെയാണെങ്കിലും ഇന്ന് ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു കരസ്പർശം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മേ ബി നിങ്ങൾ ഇന്ന് ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തികളിൽ പലരും എന്തെങ്കിലും കൈൻഡ് ഓഫ് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കാം. സോ നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുക ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം അന്വേഷിച്ചുകൊണ്ടായിരിക്കാം. ആ ഒരു പ്രോജക്റ്റ് ഞങ്ങളുടെ ലൈഫിലൊക്കെ വലിയ രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. സോ പ്രോജക്റ്റ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ ആപ്റ്റ് ആയിട്ട് ഒരു വ്യക്തി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിനു മുന്നായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഒരു അല്പസമയം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ഓഫ് യു പ്ലീസ്. ഓക്കെ, സോ ഈ ഒരു പ്രോജക്റ്റ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർ ഇവിടെ അവൈലബിൾ ആണ്. മലപ്പുറം സ്വദേശിയായിട്ടുള്ള ജാസർ സാറെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യാണ്. ജാസർ സർ, പ്ലീസ് വെൽക്കം. Okay, thank you, Irfana madam. Thank you so much for warm welcoming. Myself, Jasir Babu, സ്ഥലം വരുന്നത് മലപ്പുറത്താണ്. ഒരു ബന്ധു സുഹൃത്ത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിലോട്ട് ക്ഷണിച്ചതെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മളിവിടെ കേൾക്കാൻ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പ്രസന്റേഷനിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇർഫാന മാഡം അത് ഓക്കെ ആണെന്ന് അറിയിക്കണേ. സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ, വെൽക്കം ടു ദ പ്രോഗ്രാം. ഓക്കെ, ഈ സെഷനിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഈ വിപ ഓറിയന്റേഷനിലോട്ട് എന്താണ് എല്ലാവരും സ്വാഗതം. ഓക്കെ, ഹൗസ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു സ്റ്റുഡന്റ് ആയിരിക്കാം, അതല്ല ഇനി എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾ, എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾ, ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം അല്ലെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയുള്ള, അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാസീവ് ആയിട്ടുള്ള ഒരു ഇൻകം വേണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും എന്തിനാവുക ഈ ഒരു പ്രോഗ്രാം എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഏത് മേഖല ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ജോബ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ചെലവുകൾ എന്താണ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സേവിങ്സ് കാര്യങ്ങൾ നമുക്ക് മാറ്റി വെക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾ നോക്കാൻ തരും. നമ്മൾ ഈ ഒരു ഇന്ത്യൻ എക്കണോമിക് സർവേ പ്രകാരം ഉണ്ടായിട്ടുള്ള ഈ ഒരു ചെലവുകൾ എന്ത് ചെയ്യാം, ഒരു സർവേ പ്രകാരമുള്ള ചെലവുകൾ എന്ന് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1960 കാലഘട്ടങ്ങളിൽ ഏകദേശം നല്ലൊരു ഫാമിലിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഒരു ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 100 രൂപ ചെലവ് വന്നിരുന്നു എന്നുള്ളതാണ് ഒരു കണക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത് 1980 കാലഘട്ടത്തിലേക്ക് ആകുന്ന സമയത്ത് 20 വർഷത്തിന് ശേഷം അത് ആ ഒരു ചെലവ് നോക്കുന്ന സമയത്ത് അത് 1000 രൂപയിലോട്ട്, ആ ഒരു ചെലവിന്റെ 20 വർഷം മുന്നേ ഉള്ള ചെലവിന്റെ 10 ഇരട്ടിയോളം എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ചെലവിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2000 കാലഘട്ടത്തിലേക്ക് ആ സമയത്ത് അത് 10,000 രൂപയിലോട്ട് എന്ത് ചെയ്യും ഇത് ഷിഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് 2020 കാലഘട്ടത്തിലേക്ക് ആകുന്ന സമയത്ത് പല കുടുംബങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും, ചെറിയ കുടുംബങ്ങളായിട്ടുണ്ടാവും. പണ്ട് എന്താണ് നല്ല ജോയിന്റ് ഫാമിലി കാര്യങ്ങൾ, ഒരുപാട് അംഗങ്ങളുള്ള ഒരു ഫാമിലി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ആളുകളുള്ള കുടുംബങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ തന്നെ ചിന്തിക്കുന്ന സമയത്ത് ഇത്രത്തോളം ചെലവ് വരുന്നുണ്ടോ എന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഇത്തരത്തിൽ ചെറിയ കുടുംബം ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഏകദേശം നല്ല രീതിയിൽ ഒരു ആവറേജ് ആയിട്ട് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഹാപ്പി ലൈഫോടുകൂടി പല കാര്യങ്ങളും നമ്മൾ പണമില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള മാറ്റിവെക്കലൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇത്തരത്തിലുള്ള ചെലവ് വരും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 2020 കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലൊരു മന്ത്ലി എക്സ്പെൻസ് പറയുന്നത് 1 ലക്ഷം രൂപ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞു, ഓരോ 20 വർഷത്തെ കണക്കാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. 20 വർഷത്തിന് ശേഷം, ഇനി വരാൻ പോകുന്ന 20 വർഷത്തിന് ശേഷം 2040 കാലഘട്ടങ്ങളിൽ നമ്മളില്ലെങ്കിലും നമ്മളെ ഫാമിലി ഉള്ളവരും നമ്മളെ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതാവും. ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഏകദേശം 10 ലക്ഷം രൂപയോളം എന്ത് ചെയ്യുന്നുണ്ടാവും ഇത്തരത്തിൽ എക്സ്പെൻസ് വരും എന്നതാണ് ഈ ഒരു കണക്കുകൾ എന്ത് ചെയ്യുന്നത് നമുക്ക് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്ത് മേഖലയുണ്ട് നമുക്ക് വരുമാനം ഈ ഒരു ചെലവ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്ത് മേഖല ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക എന്നുള്ളതാണ്.
നമുക്ക് കറന്റിലി ഉള്ള 4 ഇൻകം സോഴ്സുകൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് ഒരു സോഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ മേഖലയാണ്. ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ ആളുകളും ഈ ഒരു കൃഷി മേഖലയിലൂടെ എന്ത് ചെയ്യുന്നത്, ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളായിരിക്കാം, എന്താണ്, ചെലവുകൾ വർദ്ധിക്കുന്നുണ്ടാവും. അത് കൃഷി ചെയ്യുന്ന സമയത്ത് അതിന്റെ കോസ്റ്റുകൾ വർദ്ധിക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്നതിന്റെ എന്താണ് വരുമാനം എന്താ കുറവായ, പ്രോഫിറ്റ് കാര്യങ്ങൾ കുറവായത് കൊണ്ട് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മേഖല ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. കർഷക കൂട്ട ആത്മഹത്യകൾ കാര്യങ്ങളൊക്കെ വരുന്നതോടുകൂടി തന്നെ മാർക്കറ്റിൽ എന്താണ്, കുത്തകകൾ ഭരിക്കുന്ന കാലം ആയതുകൊണ്ട് തന്നെ കർഷകർക്ക് എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെതായിട്ടുള്ള പ്രോഫിറ്റ്, ആ ഒരു ആനുപാതികമായിട്ടുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന് പുറമെ നല്ല രീതിയിൽ ക്ലൈമറ്റ് പരമായിട്ടുള്ള പല പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അഗ്രികൾച്ചർ മേഖലയെ വളരെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഹാർഡായിട്ട് എന്ത് ചെയ്യുന്ന ബാധിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതോടുകൂടി എന്താണ്, പല ആളുകളും മുന്നേ കർഷകരായിരുന്ന ആളുകളുടെ ഈ ഒരു തലമുറ പോലും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു മേഖലയിലോട്ട് അവരെ ഇറങ്ങാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അടുത്തൊരു മേഖലയാണ് എംപ്ലോയ്മെന്റ് മേഖല. അല്ലെ, ഒരു ജോലിക്കാരനായിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഇത്ര സമയത്തിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏത് മേഖലയാണെങ്കിൽ പോലും ഒരു സെറ്റ് ഓഫ് എന്താണ്, ഒരു ജോബ് എന്ത് ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലെ. കിട്ടുന്ന വരുമാനം എന്താണ്, വളരെ ലിമിറ്റഡ് ആണ്. ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ വല്ല പണിക്ക് ചെറിയ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നവ, ഈ ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. നമുക്കറിയാം, ഈ നീറ്റ് എക്സാം ഒക്കെ ഈ അടുത്താണ് കഴിഞ്ഞിട്ടുള്ളത്. 25 ലക്ഷത്തോളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ 1.5 ലക്ഷത്തോളം എന്ത് ചെയ്യുന്നുള്ളൂ, ഇത്തരത്തിൽ നമുക്ക് സീറ്റ് കാര്യങ്ങൾ അവൈലബിൾ. ബാക്കിയുള്ളവരൊക്കെ എന്താണ്, ഒരേ ക്വാളിഫിക്കേഷനിലുള്ള ആളുകൾ, ഒരുപോലെ എക്സാം എഴുതിയിട്ടുള്ള ആളുകൾ എന്താണ്, പുറത്ത് നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. നമുക്കൊക്കെ PSC കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും എത്രത്തോളം ആളുകൾക്കാണ് ഇതിൽ വേക്കൻസി കാര്യങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും പലരും പ്ലേസ്മെന്റ് കിട്ടാതെ, അല്ലെങ്കിൽ ഒരു ജോബ് കിട്ടാതെ, ഒരു വേക്കൻസി കിട്ടാതെ എന്താണ് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന പല കഥകളും എന്ത് ചെയ്യുന്നതാവും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോഴത്തെ എംപ്ലോയ്മെന്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതിന് പുറമെ ഒരു അബ്രോഡ് എന്ന് പറയുന്ന ഒരു സോഴ്സും കൂടി നമ്മുടെ കയ്യിലുണ്ടല്ലേ. കേരളീയരുടെ എന്താണ്, കൂടുതലായിട്ടും അബ്രോഡ് മേഖലയെ അല്ലെങ്കിൽ GCC രാജ്യങ്ങളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പണ്ട് പോയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് വന്നിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, സ്വദേശിവൽക്കരണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി തന്നെ പല ആളുകൾക്കും അവിടെ ജോബ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കിട്ടുന്ന വരുമാനം എന്താണ്, അവിടെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിടിച്ചു വെക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ആളുകൾ അവിടെ അവിടെ കഷ്ടപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, സർവൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലുള്ളതാണ് ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു വേറൊരു മേഖലയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇൻകം സോഴ്സ് ആയിട്ട് വരുന്നത്. ഡോക്ടേഴ്സ്, വക്കീലുമാര്, അതുപോലെ എന്താണ് ടീച്ചേഴ്സ് അല്ലെ, അവരുടെ സ്വന്തം കഴിവിന്റെ ഒരു സ്കിൽ ഓറിയന്റഡ് ആയിട്ട് എന്താണ് വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് ഒക്കെ എന്താണ്, ഇത്തരത്തിലുള്ള സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കുകൾ എംപ്ലോയ്മെന്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവരൊക്കെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അവരെക്കാൾ കൂടുതൽ ക്വാളിഫിക്കേഷനും ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവരുടെ മാർക്കറ്റ് എന്ത് ചെയ്യും, കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഏത് മേഖലയാണെങ്കിൽ പോലും ഇതിനൊക്കെ പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി എന്ത് ചെയ്യുന്നത് വരുന്നുണ്ട്. അതോടുകൂടി പല ആളുകളുടെയും ജോബ് എന്താണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഡ്രൈവേഴ്സിന്റെ ഒക്കെ കാര്യങ്ങൾ എന്താണ്, നമുക്ക് തന്നെ അറിയാൻ പറ്റും. എന്താണ്, റോബോട്ടിക് ആയിട്ടുള്ള കാറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയിലേക്ക് എന്ത് ചെയ്യുന്നത്, റോബോട്ടിക് ആയിട്ടുള്ള ഡ്രൈവർ ഇല്ലാത്ത ബസ്സുകൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഓടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വരുമാനം, ഈ ഒരു സിനർജി എല്ലാം നിലനിൽക്കെ തന്നെ, ഇത്തരത്തിലുള്ള ഈ പ്രതിസന്ധികളെല്ലാം നിലനിൽക്കെ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയുള്ള എന്ത് ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ കാലത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി ബേസ്ഡ് ആയിക്കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ വരുമാനം വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ട് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളതാണ്. ഈ ഒരു 21ാമത്തെ നൂറ്റാണ്ടിലുള്ള ഈ ഒരു ബിസിനസ് ഐഡിയാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, സൊമാറ്റോ, സ്വിഗ്ഗി, അതുപോലെ തന്നെ ഓല തുടങ്ങിയുള്ള കമ്പനികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കമ്പനികളാണ്. ഈ ഒരു കമ്പനികളുടെ പ്രത്യേകത ഇതൊന്നും എന്തല്ല, ഒരു ക്യാപിറ്റൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നല്ലൊരു ഐഡിയ ബേസ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു നല്ലൊരു ഐഡിയ കൊടുത്തുകൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഭൂമി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സൊമാറ്റോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒരു കിച്ചണോ ഒരു റെസ്റ്റോറന്റോ ഇല്ലാത്തൊരു ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് സൊമാറ്റോ എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്. തൊട്ടടുത്തുള്ള ഹോട്ടലുകളിലോ റെസ്റ്റോറന്റുകളിലോ കൊളാബ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഫുഡ് നമ്മളെ പോലുള്ള ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഓയ തുടങ്ങിയുള്ള കമ്പനികളൊക്കെ എന്താണ്, ഒരു റെസിഡൻസോ അല്ലെങ്കിൽ ഒരു ടാക്സി പോലും ഇല്ലാതെ, ഒരു വാഹനം പോലും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ സർവീസ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാകുന്നുണ്ടാവും, ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നല്ലൊരു ഐഡിയാസിനാണ് അല്ലെ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നത്തെ കാലത്ത് നല്ലൊരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ പറ്റും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നൂറ്റാണ്ടിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തെളിയിച്ചു തരുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വേണ്ടി തരുന്ന ഒരു കമ്പനിയാണ് വൈബ്രന്റ് യുവ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. 2014 കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബാംഗ്ലൂരിന്റെ തന്നെ ഹൃദയഭാഗമായിട്ടുള്ള ജേമ ഇലക്ഷൻസ് എന്ന് പറയുന്ന ഹൃദയഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നതാണ്. ഈ ഒരു ഫോട്ടോത്തിൽ കാണുന്നതാണ് നമ്മുടെ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. പല കമ്പനികളും
പല ഇന്റർനാഷണൽ കമ്പനികൾ പോലും വാടക കെട്ടിടത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ കമ്പനി സ്വന്തം ഈ ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള കമ്പനിയാണ്. ഈ ഒരു കമ്പനി എന്താണ് സ്വന്തം സ്ഥലത്ത് സ്വന്തം ടവറിൽ, വിവാ ടവർ എന്ന് പറയുന്ന സ്വന്തം ബിൽഡിങ്ങിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത് എന്നുള്ള. സ്റ്റാർട്ട് ചെയ്തത് മുതൽ തന്നെയാണ് ഈ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ത് ചെയ്യുന്നത് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കമ്പനിക്ക് കിട്ടിയുള്ള സർട്ടിഫിക്കേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ നോക്കുന്ന സമയത്ത് സാപ്പ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത് കമ്പനി ബിസിനസ് പ്രാക്ടീസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കമ്പനി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മെമ്പർ ഓഫ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ ഒരു അസോസിയേഷനിലെ യങ്ങസ്റ്റ് മെമ്പർ ആണ് ഈ ഒരു വൈബ്രന്റ് എന്ന് പറയുന്ന കമ്പനി. അതുപോലെ GMP മാനുഫാക്ചർ ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റ് നമ്മളെ കമ്പനിക്ക് ഉണ്ട്. അതുപോലെ കോസ്റ്റ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഹലാൽ പോലെയുള്ള യൂറോപ്യൻസിനും അതുപോലെ ജൂതരാഷ്ട്രങ്ങളേക്കും ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ് കോസ്റ്റ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ആ ഒരു കോസ്റ്റ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് നമ്മളെ ഈ ഒരു വൈബ്രന്റ് എന്ന് പറയുന്ന കമ്പനി. അതുപോലെ അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ നോക്കുന്ന സമയത്ത് GSTയുടെ ഭാഗത്തു നിന്നും 2 പ്രാവശ്യം ഏകദേശം 2023-24 കാലഘട്ടത്തിലെ ഫിനാൻഷ്യൽ ഇയറിലും അതുപോലെ 25-26 കാലഘട്ടത്തിലെ ഫിനാൻഷ്യൽ ഇയറിലും നല്ല രീതിയിൽ GST പേയ്മെന്റ് ചെയ്തതുകൊണ്ട് തന്നെ GSTയുടെ ഭാഗത്തു നിന്നും അപ്രീസിയേഷൻ കിട്ടിയുള്ള ഒരു കമ്പനിയാണ് നമ്മൾ ഈ ഒരു വൈബ്രന്റ് എന്ന് പറയുന്ന കമ്പനി. അതുപോലെ 2022 ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ അവാർഡ് കൂടി കിട്ടിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് നമ്മൾ ആ കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കർണാടക ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടാണ് ഈ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് എക്സ്പോർട്ട് എക്സലൻസി അവാർഡ് കർണാടക ചീഫ് മിനിസ്റ്റർ കയ്യിൽ നിന്നും നമ്മളെ CA അൻസാർ എന്ന് പറയുന്ന നമ്മൾ ചെയർമാൻ വാങ്ങുന്ന ഒരു ഫോട്ടോ ആണ്, ഒരു പിക്ചറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ന്യൂട്രാസ്യൂട്ടിക്കൽ എക്സ്പോർട്ടിനുള്ള ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ഈ ഒരു വൈബ്രന്റ് വിവ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കമ്പനി എത്രത്തോളം പ്രഷ്യസ് ആണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, കമ്പനിയെ കുറിച്ച് പറഞ്ഞു, അതുപോലെ അവാർഡ്സുകളും റെക്കഗ്നിഷൻസ് ഒക്കെ പറഞ്ഞു. ഇനി എന്താണ് ഈ കമ്പനി ഇവിടെ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ആളുകൾക്ക് ഡൗട്ടുകൾ ഉണ്ടാവും. പല മേഖലയിൽ നിന്ന് വന്ന ആളുകളാണെങ്കിൽ പോലും ഒരുപാട് ഡൗട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും ആ ഒരു കാര്യത്തിലുണ്ടാവും. അപ്പൊ കമ്പനി എന്താണ് ചെയ്യുന്ന കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന പ്രശ്നം എന്ന് പറയുന്നത് 3 കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുണ്ടാവുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ആരോഗ്യ പ്രശ്നമാണ് അല്ലെ. എത്ര വലിയ മെഡിസിൻസ് ആയിക്കോട്ടെ, എത്ര വലിയ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ക്ലിനിക്കുകളായിക്കോട്ടെ, പല ടെക്നോളജികൾ വരുന്ന സമയത്തും രോഗികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നില്ല, കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല. അസുഖങ്ങൾ എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ അസുഖങ്ങൾ കണ്ടുപിടിക്കുന്ന രീതിയിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഈ ഒരു ആരോഗ്യ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അസുഖങ്ങൾ എന്താണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും വർദ്ധിക്കുന്നത്, ടെക്നോളജി വർദ്ധിക്കുന്നുണ്ട്, മെഡിസിൻസ് എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്, ഡോക്ടേഴ്സ് അപ്ഡേറ്റഡ് ആണ്, എല്ലാ കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ വന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, രോഗികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നില്ല, കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. അത് കാരണം എന്ന് പറയുന്നത് നമ്മളെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ട് ആ മാറ്റങ്ങളാണ് അല്ലെ. അതുപോലെയുള്ള ഒരു പ്രോബ്ലമാണ് തൊഴിലില്ലായ്മ. നമ്മുടെ നാട്ടിൽ എന്താണ് തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു AI കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ഒരുപാട് കമ്പനീസ്, മൾട്ടിനാഷണൽ കമ്പനീസ് ഒരുപാട് ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ജോബിൽ നിന്ന് പിരിച്ചുവിടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ കൊടുക്കാനും എന്ത് ചെയ്യുന്നത്, നമുക്ക് തൊഴിൽ ആവശ്യമാണ് എന്നുള്ളതാണ്. ഈ ഒരു തൊഴിലിന്റെ ഭാഗം തന്നെയാണ് അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത്, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ചെലവുകൾ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമ്മളെ ഇൻകം എന്ത് ചെയ്യണം, വളർന്നു വരുന്ന വർദ്ധിച്ചു വരുന്ന ഒരു വരുമാനം സോഴ്സ്, ഇൻകം സോഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 3 പ്രോബ്ലത്തിനും ഒരുപോലെ സൊല്യൂഷൻ ആവുന്ന ഒരു പ്രൊജക്റ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആ ഒരു കമ്പനി ഫസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മളെ ഹെൽത്ത് എങ്ങനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു കമ്പനി പറയുന്നുണ്ടാ. ബാക്കിയുള്ള 2 കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻ ഈ ഒരു ഇതിന്റെ ബാക്കി സെഷനിലായിട്ട് നിങ്ങൾ കിട്ടുന്നുണ്ടാവും. ഇത് മുഴുവനായിട്ട് വാച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മളെ കമ്പനി പറഞ്ഞിട്ടുള്ള കാര്യം ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കമ്പനി പറയുന്നത്. പ്രകൃതിയുടെ നന്മ നിലനിർത്തിക്കൊണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന 5 യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിലുള്ള കാരണം നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ പണ്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നൊക്കെ പറയാറുണ്ടല്ലേ. അത് തന്നെയാണ് നമ്മളവിടെ കമ്പനി പറയുന്നത്. നമുക്ക് എന്താണ്, ഇന്നത്തെ കാലത്ത് നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെയ്യും നമ്മുടെ ലൈഫ് ടൈമിൽ മുഴുവൻ സമ്പാദിച്ചിട്ടുള്ള എല്ലാ സമ്പാദ്യവും നാളെ നമ്മളൊരു ഇൽനെസ് മേഖലയിൽ, ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം വന്നിട്ട് ചികിത്സിക്കുന്ന ഒരു മേഖലയോട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഒരു കമ്പനി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് പ്രോഡക്റ്റ് ഈസ് iPulse എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് നമ്മളെ ഈ കമ്പനി ഫസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് iPulse എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്നത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ് അല്ലെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതുപോലുള്ള കാര്യങ്ങൾ, ഹെയർ ആയിക്കോട്ടെ, അതുപോലെ വെള്ളം, അതുപോലെ നമ്മളെ റേഡിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ മാറുന്നുണ്ട്.
ആ ഒരു സമയത്ത് നമ്മളെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് ആവാതെ നമ്മൾ ആരോഗ്യം എങ്ങനെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാം പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ കാര്യം 3.5 കിലോ ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒരു വ്യക്തി കഴിക്കാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യില്ല ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു മനുഷ്യ ശരീരത്തിന് 5000 ഒറാക്യൂണ്ട് ആന്റി ഓക്സിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് എത്തൂല എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുക, 3.5 കിലോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ 5000 ഒറാക്യൂണ്ടോ എന്ത് ചെയ്യാണ് ആന്റി ഓക്സിഡൻസോ നമുക്ക് ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അത് ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അത്തരത്തിൽ ആ ഒരു സമയം അത്തരത്തിലുള്ള ഒരു ഡെഫിഷ്യൻസി നിലനിൽക്കെ തന്നെ നമ്മുടെ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഐപൾസ് എന്ന് പറയുന്നത്. അസൈബറി എന്ന് പറയുന്ന ആമസോൺ കാർഡുകളിൽ മാത്രം കണ്ടുവരുന്ന ബെറി ഫ്രൂട്ട് അടക്കം 5 ബെറി ഫ്രൂട്ടും അതുപോലെ 10 തരം സീസണൽ ഫ്രൂട്ടിന്റെ ഒരു സിനർജറ്റിക് ജ്യൂസ് ഫോമാണ് ഐപൾസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ 60 മില്ലി നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്യാൻ കൺസ്യൂം ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ 7000 ഒറാക്കി യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും നമ്മുടെ ശരീരത്തിലേക്ക് നൽകുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഐപൾസ് എന്ന് പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഓൾറെഡി ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള ഒരു സപ്ലിമെന്റ് കൂടിയാണ് ഐപൾസ് എന്ന് പറയുന്നത്. അതിന് പുറമെ തന്നെ നല്ലൊരു ഹാർട്ട് സപ്പോർട്ടാണ്. നമുക്കറിയാം അസുഖം വന്നിട്ട് ചികിത്സിക്കാൻ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഇവിടെ ചികിത്സാ രീതികളുള്ളൂ അല്ലെ. പക്ഷെ ആ ഒരു സമയത്ത് ആ നമ്മളെ ഹാർട്ടിനെ അതിന് മുന്നേ തന്നെ ഹെൽത്ത് വെരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഐപൾസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ മില്യൺ കണക്കിന് കോശങ്ങളുടെ ആരോഗ്യം സെല്ലുലാർ വെൽനെസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പല ആളുകൾക്കുള്ള പ്രശ്നമാണ് ഇമ്മ്യൂണിറ്റിയുടെ കുറവ് എന്ന് പറയുന്നത് അല്ലെ. ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ ബൂം ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു ഐപൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഒരുപാട് ആളുകൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ക്യാൻസർ എന്ന് പറയുന്നത് അല്ലെ. ആന്റി ക്യാൻസർ സപ്പോർട്ട് കൂടി എന്ത് ചെയ്യുന്നത് ഈ ഒരു ഐപൾസ് എന്ന് പറയുന്ന സപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 30 മില്ലി രാവിലെ വൈകിട്ട് 2 നേരങ്ങളിലായിട്ട് 60 മില്ലിയാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക നമ്മൾ യൂസ് ചെയ്യേണ്ടിണ്ടാവുക എന്നുള്ളതാണ്. അടുത്തൊരു പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷനാണ് ഐ കെയർ എന്ന് പറയുന്നത്. പല കമ്പനികൾ ചിന്തിക്കുന്ന കാര്യം കൂടുതൽ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ കൂടുതലായിട്ടും സെയിൽ ആവുകയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ ഇറക്കി കഴിഞ്ഞാൽ കൂടുതലായിട്ട് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതായിരിക്കും എന്തുണ്ടാവുക പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് നോക്കുന്നത് സർവീസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മളെ ഈ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 35 വയസ്സിന് ശേഷമുള്ള ലേഡീസിന്റെ ആരോഗ്യത്തിന് നമ്മളൊക്കെ വീട്ടിലുള്ള വീട്ടമ്മമാരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ് ഐ കെയർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ഏജ് കാറ്റഗറിയിലെ ലേഡീസ് അനുഭവിക്കുന്നുണ്ടാവും. നമ്മുടെ ഡെയിലി ലൈഫ് നോക്കുന്ന സമയത്ത് രാവിലെ ഏറ്റവും നേരത്തെ എണീക്കുന്നതും അവസാനമായിട്ട് കിടക്കുന്നതും എന്ന് പറയുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള വീട്ടമ്മമാരായിരിക്കും. അവരെന്ത് ചെയ്യുന്നില്ല, ഓരോ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യില്ല, പുറത്ത് പറയണമെന്നില്ല. വലിയ പ്രശ്നങ്ങളാകുന്ന നല്ല രീതിയിൽ അതിന്റെ പീക്ക് ലെവൽ എത്തുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് അവർ അനുഭവിക്കുന്നുണ്ട് എന്ന് ചെയ്യുക നമ്മൾ മനസ്സിലാവുന്നുണ്ടാവും. ഹോർമോണൽ പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികപരമായിട്ടും ശാരീരികമായിട്ടുള്ള പല രീതിയിലുള്ള വെല്ലുവിളികൾ എന്ത് ചെയ്യുന്നുണ്ടാവും അവർ നേരിടുന്നുണ്ടാവും. സ്ട്രെസ് ആയിക്കോട്ടെ, ടെൻഷൻ ആയിക്കോട്ടെ, ആവശ്യമില്ലാതെ എന്ത് ചെയ്യുന്നുണ്ടാവും സ്ട്രെസ്സും ടെൻഷനും അതുപോലെ ദേഷ്യപ്പെടുന്നതും കരച്ചിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും പല ആളുകളും വരുന്നുണ്ടാവും. ഹോർമോണൽ പരമായിട്ടുള്ള വ്യത്യാസം കാരണം എന്ത് ചെയ്യുന്നുണ്ടാവും വരുന്നുണ്ടാവും. അതുപോലെ മസിൽ പെയിൻ, ജോയിന്റ് പെയിൻ, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, എല്ല് സംബന്ധമായിട്ട് തേയ്മാനം, അതുപോലെ തന്നെ ബലക്കുറവ്, എല്ല് തമ്മിൽ പൊട്ടുന്ന അവസ്ഥയുള്ളവരുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറിയിലുള്ള ആളുകളുണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിലും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഉറപ്പുവരുത്താൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന ഈ ഒരു സപ്ലിമെന്റ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ അത്തരത്തിലുള്ള വുമൻസ് സപ്പോർട്ടിന് വേണ്ടിയിട്ട്, വുമൻസ് ഹോളിസ്റ്റിക് വെൽനെസ്സിന് വേണ്ടിയിട്ട് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈസ് ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. ഈ ഒരു കമ്പനിയേക്കാൾ കൂടുതൽ ആളുകൾ അറിയപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്നത്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസ് ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസ് ഉള്ള ഒരു രാജ്യം എന്ന് പറയുന്നത്. നമ്മൾ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഒരു 10 വീട് എടുത്ത് നോക്കിയാൽ തന്നെ ഒരു 50% ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഇത്തരത്തിൽ ഡയബറ്റിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും മെഡിസിനോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും ഉണ്ടാവുക. ഒരു ഡയബറ്റിക് പേഷ്യൻസ് സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഒരു ക്ലിനിക്കിൽ പോയി ടെസ്റ്റ് ചെയ്തത് മുതൽ ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ചെക്ക് ചെയ്യുന്നുണ്ടാവും, ഡോക്ടറെ കാണിക്കുന്നുണ്ടാവും, മെഡിസിൻ കഴിക്കുന്നുണ്ടാവും. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും വേറെ ഡോക്ടർമാരുടെ എന്ത് ചെയ്യുന്നുണ്ട് കൺസൾട്ട് ചെയ്യേണ്ട അവസ്ഥയിലുണ്ടാവും. അതുപോലെ തന്നെ പല രീതിയിൽ സൈഡ് എഫക്റ്റുകൾ എന്ത് ചെയ്യണം അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ലാത്ത പ്രോബ്ലമാണ് ഡയബറ്റിക് എന്ന് പറയുന്നത്. ആ ഒരു ഡയബറ്റിക്കിന് നമ്മൾ ഡോക്ടേഴ്സ് തരുന്നത് ഒരു ടാബ്ലറ്റ് ഇൻസുലിൻ ആയിട്ടുള്ള പുറമേ നിന്ന് നമുക്ക് അകത്തേക്ക് കൊടുക്കുന്ന ഇൻസുലിൻ ആയിട്ടുള്ള ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ സിറിഞ്ച് വഴി കൊടുക്കുന്ന ഇൻസുലിൻ ആയിരിക്കും തീരുവ ഒരു സൊല്യൂഷൻ ആയിട്ട് തരുന്നുണ്ടാവും. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു താൽക്കാലികമായിട്ട് എന്താണ് നമ്മുടെ ശരീരത്തിൽ ഈ ഷുഗർ ബാലൻസ് ചെയ്യുക മാത്രമാണ് ഉണ്ടാവുക ചെയ്യുന്നുണ്ടാവുക. ജീവിതകാലം മുഴുവൻ ഇത് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നമ്മൾ കഴിക്കുന്ന ചായയോ കാപ്പിയോ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഹെർബൽ കോഫി, ഈ ഒരു ഐ കോഫി കഴിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പതിയെ നമ്മുടെ ശരീരം
ശരീരം കൊണ്ട് തന്നെ ഷുഗറിനെ ബാലൻസ് ചെയ്യാനും ഷുഗർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്തുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കുറച്ചുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി ലൈഫിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ പറ്റുന്ന ഒരു ഷുഗർ ഇല്ലാത്ത വ്യക്തി എങ്ങനെയാണോ ലൈഫ് കൊണ്ടുപോകുന്നത് ആ ഒരു രീതിയിലോട്ട് മാറാൻ സഹായിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന ഈ ഒരു കോഫി എന്ന് പറയുന്നത്. 2 ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. ഒരു ബ്ലാക്ക് കോഫിയും അതുപോലെ ക്രീമർ കോഫി എന്ന് പറഞ്ഞ 2 രീതിയിൽ എന്താണ് നമുക്ക് ഈ ഒരു സപ്ലിമെന്റ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അടുത്തൊരു പ്രോഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. പല ആളുകളും യൂസ് ചെയ്യുന്ന ഒരു മേഖലയാണ് കോസ്മെറ്റിക് പ്രോഡക്റ്റുകളുടെ മേഖല എന്ന് പറയുന്നത് അല്ലെ. സോറി, കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നത്, ലേഡീസ് ആയിക്കോട്ടെ അതുപോലെ യങ്സ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റുകളാണ് കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. നമ്മളെ സ്കിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തെ പല രീതിയിലുള്ള വൈറസിൽ നിന്നും രോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു ഷീൽഡാണ്, ഒരു പരിച പോലെ ഒരു ഷീൽഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. നല്ല ഹെൽത്തി സ്കിന്നിന് എന്ത് ചെയ്യുള്ളൂ, ഇത്തരത്തിൽ നമ്മളെ രോഗങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്ത് ചെയ്യുള്ളൂ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. പല ലെയേഴ്സ് ഉണ്ട്, ഏകദേശം 7 ലെയേഴ്സ് ഉണ്ട് എന്നാണ് ഈ സ്കിന്നിന് ലെയേഴ്സ് ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് സ്കിൻ എന്ന് പറയുന്നത്. ശരീരം മൊത്തമായിട്ടും കവർ ചെയ്തിട്ടുള്ള ഒരു അവയവമാണ് സ്കിൻ എന്ന് പറയുന്നത്. ആ സ്കിന്നിൽ 7 ലെയേഴ്സ് ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്തും, പൗഡേഴ്സ് ആയിക്കോട്ടെ, ലോഷൻസ് ആയിക്കോട്ടെ, ക്രീമുകളായിക്കോട്ടെ, എന്തും യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് പുറമേയുള്ള ലെയേഴ്സിനെ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതൊരു ടെമ്പററി ആയിട്ട് ഒരു താൽക്കാലികമായിട്ടുള്ള സൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, നമുക്ക് നൽകുന്നുണ്ടാവുന്നതാണ്. ശരിക്കും നമ്മളെ ശരീരത്തിനകത്തുള്ള പ്രോബ്ലംസിനുള്ള റിയാക്ഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മളെ ശരീരത്തിൽ അല്ല നമ്മുടെ സ്കിന്നിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് കാണിക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ശരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് എവിടെയാണ്, ശരീരത്തിനകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ അകത്തേക്ക് കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനും അതുപോലെ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യുന്ന സമയത്ത് നല്ല ബ്ലഡിനെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ യഥാർത്ഥ സ്കിൻ ടോൺ എന്താണോ ആ ഒരു സ്കിൻ ടോണിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ശരീരത്തെ മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ പല ആളുകൾക്കുള്ളതാണ് ഓയിലി സ്കിന്നുള്ളവർ, ഡ്രൈ സ്കിന്നുള്ളവർ, അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നോർമൽ ചെയ്യാനും അതുപോലെ സ്കിന്നിലുള്ള എന്തെങ്കിലും ഡാമേജുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നല്ല ഷെല്ലുകളെ അവിടെ മാനേജ് ചെയ്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്തുകൊണ്ട് നല്ല ഷെല്ലിനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്കിന്നിനെ എല്ലാം എന്ത് ചെയ്യുന്ന മാനേജ് ചെയ്തുകൊണ്ട് നല്ലൊരു സ്കിന്നിലേക്ക് മാറാനും അതുപോലെ യങ് ആയിട്ടും ബ്യൂട്ടി ആയിരിക്കുന്ന ബ്രൈറ്റൻ ആയിട്ടിരിക്കുന്ന മോയ്സ്ചറൈസിംഗ് ആയിട്ടിരിക്കുന്ന നല്ലൊരു സ്കിന്നിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് ഈസ് ഐ സ്ലിം പ്ലാറ്റമീസ് എന്ന് പറയുന്ന ഈ ഒരു സപ്ലിമെന്റ് ആണ്. പല ആളുകളും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ് വെയിറ്റ് മാനേജ്മെന്റിന് പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐസ്ക്രീം എന്ന് പറയുന്നത്. പല ആളുകളും പല രീതിയിൽ എന്ത് ചെയ്യുന്ന വെയിറ്റ് കുറക്കാൻ വേണ്ടി നോക്കുന്നവരുണ്ടാവും അല്ലെ, ഡയറ്റ് എടുക്കുന്നവരുണ്ടാവും, അതുപോലെ ഫുഡ് കട്ട് ചെയ്യുന്നവരുണ്ടാവും, ഓവറായിട്ട് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് എടുക്കുന്നവരുണ്ടാവും, അതുപോലെ വേറെ എന്തെങ്കിലും കമ്പനിയുടെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് ജ്യൂസോ അല്ലെങ്കിൽ പൗഡേഴ്സോ ഒക്കെ കലക്കി കുടിച്ചിട്ട് എന്ത് ചെയ്യും, വെയിറ്റ് കുറക്കാനുള്ള വ്യാജനം എന്ത് ചെയ്യുന്ന നൽകുന്നുണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, അതൊക്കെ നല്ല രീതിയിലാണോ എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മളൊന്ന് വിലയിരുത്തിയതിനു ശേഷം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പല കാര്യങ്ങളും കഴിക്കുന്ന സമയത്ത് പല ആളുകൾക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്തുള്ള സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഡയറ്റ്, നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അല്ല കഴിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ശരീരം ക്ഷീണിക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക. ഒരിക്കലും എന്തല്ല, അത് വെയിറ്റ് കുറയുകയല്ല. നമ്മൾ പഴയതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പണ്ടത്തേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ടാവും, വെയിറ്റ് കൂടി വരുന്ന ഒരു അവസ്ഥയിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നതാവുക, നമ്മുടെ ശരീരം പിന്നെ മാറുന്നുണ്ടാവുക എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ഒരു പാറ്റൻസി എടുത്തിട്ടുള്ള, ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട രീതിയിൽ പാറ്റൻസി എടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഐസ്ലിം പ്ലാറ്റമീസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു നേരത്തെ മീൽസ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മൾ കഴിക്കേണ്ടത്. പ്രിഫറബിളി നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യാറുള്ളത് ഡിന്നർ ആണ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറയാറുള്ളത്. ആ ഒരു സമയത്ത് നമ്മൾ ഒരു ഐസ്ക്രീം ബാർ കഴിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഒരു നേരത്തെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊഴുപ്പിനെ റിമൂവ് ചെയ്യാൻ, അലിയിച്ച് കളയാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഐപ്പൾസ് ഒരു ഐസ്ക്രീം എന്ന് പറയുന്നത്. നല്ല ഹൈറ്റിനൊരു വെയിറ്റിലോട്ടും നല്ലൊരു ഷേപ്പിലോട്ടും മാറാൻ സഹായിക്കുന്നുണ്ടാവും. അതുപോലെ മെറ്റബോളിക് ഹെൽത്ത് സപ്പോർട്ട് ആയിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് കൂടിയാണ് ഐസ്ലിം പ്ലാറ്റമീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് 5 യൂണിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ വേറെ കമ്പനികൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണോ ഈ ഒരു കമ്പനി നമുക്ക് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തികച്ചും അങ്ങനെയല്ല. നമ്മളെ കമ്പനി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 5.5 ലക്ഷം യൂണിറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മളെ കമ്പനിക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നെലമംഗല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെ കമ്പനിക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം, ഏത് ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, നമ്മളെ വാഹനങ്ങൾ വാങ്ങുന്ന സമയത്ത് കൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ജപ്പാൻ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, കൂടുതൽ ആളുകളും ഓറിയന്റേഷൻ എന്താണ് ഒരു ലെവൽ കാണുന്നുണ്ടാവും അല്ലെ, ഒരു ക്വാളിറ്റി കാണുന്നുണ്ടാവും. എന്താണ് ഇത്തരത്തിലുള്ള ജപ്പാൻ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ അയക്കുന്നതിന് കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നുണ്ടാവാം. കാരണം നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ക്വാളിറ്റി നിലനിർത്തുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ആ ഒരു ജപ്പാൻ ഓറിയന്റഡ് ആയിട്ടുള്ള ടോക്കിയോ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ ആണ് നമുക്ക് വേണ്ടിയുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ
ഇന്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 24ഓളം രാജ്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വൈബ്രന്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. അതുപോലെ സാധാരണ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് MRP സിസ്റ്റം ആയിരിക്കും അല്ലെ. ഒരു കൺവെൻഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചർ ഉണ്ടാവും, അതുപോലെ അഡ്വർടൈസ്മെന്റും അതുപോലെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ കൈമറിഞ്ഞിട്ടാണ് നമ്മളെ പോലുള്ള തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ എന്ത് ചെയ്യുന്നതാ നമ്മൾക്ക് എന്ത് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റുകൾ വാങ്ങുന്നുണ്ടാവും. തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ എവിടെ നിന്നാണെങ്കിലും എന്താണ് നമുക്ക് കിട്ടുന്ന സാധാരണ സാധനങ്ങൾ എന്താണ് അവിടെ ഒന്നും എന്തല്ല ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിൽ ഉണ്ടാക്കുന്നതല്ല, തികച്ചും അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് എന്ത് ചെയ്യുന്നതാവുക നമ്മളെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. പല കമ്പനികൾക്കും പല പ്രോഡക്റ്റുകൾക്ക് എന്ത് ചെയ്യണം അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. നമ്മൾ ഈ ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും നല്ല എന്റർടൈൻമെന്റ് ചെയ്യുന്ന നല്ല രീതിയിൽ ഓൾറെഡി റിച്ച് ആയിട്ടുള്ള ക്രിക്കറ്റേഴ്സോ അല്ലെങ്കിൽ ആക്ടേഴ്സ് ഒക്കെ ആണ് എന്ത് ഉണ്ടാവുക ഇത്തരത്തിലുള്ള പരസ്യത്തിൽ അഭിനയിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കൈമാറിയിട്ട് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, അതിന്റെ റീജിയണൽ ആയിട്ടുള്ള ഏജൻസികൾ, അതുപോലെ CNDF ഏജന്റുകൾ, പല രീതിയിലുള്ള ആളുകൾ കൈമാറിയിട്ടാണ് നമ്മൾ തൊട്ടടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ എത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇടനിലക്കാർക്കും പരസ്യക്കാർക്കാണ് നമ്മൾ കൊടുക്കുന്ന MRPയുടെ 70% അതിന്റെ പ്രോഫിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു മാനുഫാക്ചറിംഗ് വെറും 30% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ആ ഒരു മാനുഫാക്ചറിംഗ് കോസ്റ്റ് വരുന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ 100 രൂപക്ക് വാങ്ങുന്ന ഒരു ബൂസ്റ്റ് ഹോർലിക്സ് ആണെന്നുണ്ടെങ്കിൽ 30 രൂപ എന്ത് ചെയ്യുന്നുള്ളൂ അത് ഉണ്ടാക്കുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു ചെലവ് വരുന്നുള്ളൂ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ലാഭവും ചെലവും കൂടിയിട്ട് 30% അല്ലെങ്കിൽ 30 രൂപ എന്ത് ചെയ്യുന്നുള്ളൂ ചിലവ് വരുന്നുള്ളൂ. ബാക്കിയുള്ള നമ്മൾ കൊടുക്കുന്ന 100 രൂപയിൽ നിന്നും 70 രൂപയും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓൾറെഡി റിച്ച് ആയിട്ടുള്ള ആളുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കോടികൾ മുടക്കിയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ആളുകളും കോടികൾ മുടക്കി ഏജൻസികൾ എടുത്തിട്ടുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഭൂരിഭാഗം എമൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സാധാരണ ആളുകൾക്ക് ഇതിൽ എന്ത് ചെയ്യില്ല ഒരു ഓപ്ഷനും ഇല്ല. റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ് വീണ്ടും വീണ്ടും റിച്ച് ആവാനുള്ള അവസരമാണ് ഈ ഒരു കൺവെൻഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മുടെ കമ്പനിയുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് സാധാരണക്കാർ ആളുകളിലേക്ക് എത്തിക്കാനും അതുപോലെ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ തന്നെ മാനുഫാക്ചറിൽ നിന്ന് നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളിലൂടെ എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ ഏത് മേഖലയിൽ നിന്ന് വന്ന ആളുകളാണെങ്കിൽ പോലും ഒരു 3D സപ്പോർട്ടോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിവിടെ പരിചയപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ പ്ലാൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടീം എന്ത് ചെയ്യാനുണ്ടാവും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അതുപോലെ വൈബ്രന്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി നിങ്ങൾ ഈ അവസരം നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതുപോലെ ഇൻഡസ്ട്രി എന്ന് പറയുന്ന കമ്പനി കൂടി എന്ത് ചെയ്യാണ്ട് നമ്മൾ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് വരുമാനം എത്തിക്കുന്നതും അതുപോലെ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് നമുക്ക് വളർത്തിയെടുക്കാൻ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. ഒരു ഫ്രാഞ്ചൈസിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ബിസിനസ് അവസരം എന്ത് ചെയ്യാൻ പറ്റും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ജോൺ ഡി റോക്ക്ഫെൽ എന്ന് പറയുന്ന റിച്ചസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയുടെ കോട്ടിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ സ്വന്തം എഫേർട്ടിൽ 100% എഫേർട്ട് നിന്നേക്കാൾ നല്ലത് 100 പേരുടെ ഓരോ ശതമാനമുള്ള എഫേർട്ട് ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, മോഡേൺ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ജോൺ ഡി റോക്ക്ഫെൽ എന്ന് പറയുന്നത്. റോക്ക്ഫെൽ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയാണ് ജോൺ ഡി റോക്ക്ഫെൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും 2 പാർട്ട്നേഴ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഫ്രാഞ്ചൈസി കൊടുത്തുകൊണ്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാവും. ആ ഒരു ബിസിനസ് ഓണർ ആയിക്കൊണ്ട് വരുന്ന സമയത്ത് 2 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ബിസിനസ് അവസരം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാവും. അവരും ഒരു ബിസിനസ് ഓണറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 12,000 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു വീക്കിലി പ്രോഫിറ്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും വാങ്ങിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു ബിസിനസ് അവസരം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടീം ബിൽഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഓരോ നമ്മൾ പറഞ്ഞു 2 ആളിലേക്കാണ് ഈ അവസരം കൊടുക്കുന്നത്, 2 പാർട്ട്നേഴ്സിലേക്കാണ് ഈ ഒരു നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള അവസരം ഉള്ളതെന്ന് പറഞ്ഞു. 2 ഓർഗനൈസേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ടീമിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഡുവൽ ടീം ബോണസ് എന്ന് പറഞ്ഞ ഡുവൽ ടീം റവന്യൂ എന്ന് പറഞ്ഞ രീതിയിലോട്ട് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന രീതിയിലോട്ട് എന്ത് ചെയ്യാൻ മാറാൻ പറ്റും എന്നുള്ളതാണ്. ഓരോ വീക്കിലാണ് നമുക്ക് ഇവിടെ ബിസിനസ് വോളിയം വരുന്നുണ്ടാവുക. 1200 ഗ്രൂപ്പ് വോളിയം 1400 ഗ്രൂപ്പ് വോളിയം വരുന്ന സമയത്ത് അതിൽ കുറഞ്ഞ ഗ്രൂപ്പ് വോളിയം ഏതാണോ ആ ഒരു ഗ്രൂപ്പ് വോളിയം എടുത്തുകൊണ്ട് 12,000 രൂപ എന്ത് ചെയ്യും നമുക്ക് വീക്കിലി പ്രോഫിറ്റ് ആയിട്ട് വരുന്നുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ നെക്സ്റ്റ് വീക്ക് വരുന്ന സമയത്ത് അതിനേക്കാൾ ഗ്രൂപ്പ് വോളിയം എന്ത് ചെയ്യുന്നുണ്ടാവും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ 2000 ഗ്രൂപ്പ് വോളിയം 1300 ഗ്രൂപ്പ് വോളിയം വരുന്ന സമയത്ത് കഴിഞ്ഞ വീക്കിലെ 200 ഗ്രൂപ്പ് വോളിയം കൂടെ ആഡ് ചെയ്തുകൊണ്ട് 1500 ഗ്രൂപ്പ് വോളിയം എടുത്തുകൊണ്ട് 15,000 രൂപ എന്ത് ചെയ്യും നമുക്ക് വീക്കിലി പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. അതുപോലെ 2500 ഗ്രൂപ്പ് വോളിയം 3500 ഗ്രൂപ്പ് വോളിയം വരുന്ന സമയത്ത് കഴിഞ്ഞ വീക്കിലെ 500 ഗ്രൂപ്പുകളും കൂടി ആഡ് ചെയ്തുകൊണ്ട് 3000 ഗ്രൂപ്പുകളുമായിട്ട് എടുത്തുകൊണ്ട് 30,000 രൂപ എന്ത് ചെയ്യും നമുക്ക് വീക്കിലി പ്രോഫിറ്റ് ആയിക്കൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നുണ്ടാവും നമുക്ക് കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇനി നമ്മൾ നല്ല രീതിയിൽ ഈ ബിസിനസ് അവസരം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ബിസിനസ് ഫ്രാഞ്ചൈസി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ് ഓൾ എന്ത് ചെയ്യുന്നുണ്ടാവും
വരുന്നുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിച്ച് നോക്കുക, 5000 ഗ്രൂപ്പുകളുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 50,000 രൂപ നമുക്ക് ഒരു വീക്കിലി പ്രോഫിറ്റ് ആയിക്കൊണ്ട് മാത്രം വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ 10,000 ഗ്രൂപ്പുകളുമായിട്ട് വർദ്ധിക്കുന്ന സമയത്ത് 1,00,000 രൂപയിലോട്ടും, അതുപോലെ 25,000 ഗ്രൂപ്പുകളുമായിട്ട് വരുന്ന സമയത്ത് 2,50,000 രൂപയിലോട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ ഏണിംഗ് പൊട്ടൻഷ്യൽ ഉയർത്താൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അവസരം പരിചയപ്പെടുത്തുന്നതാണ്. വീക്കിലി 2,50,000 രൂപ വരുമാനം വാങ്ങിക്കാൻ പറ്റിയുള്ള എന്ത് ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. ഒരു സാധാരണ ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റിയുള്ള 2,50,000 ഒരു വീക്കിൽ വാങ്ങിക്കാൻ പറ്റുള്ള എന്ത് ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. ഒരു ഈ മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 lakh rupees 10 ലക്ഷം രൂപ എന്ത് ചെയ്യാം നമുക്ക് ഈ അവസരത്തിലൂടെ സ്വന്തമാക്കാം എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് ഓൾറെഡി സ്വന്തമാക്കുന്ന ഒരു വരുമാനമാണ് 10 ലക്ഷം എന്ന് പറയുന്നത്. ആനുവലി നോക്കുന്ന സമയത്ത് 1,30,00,000 രൂപ വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളതാണ്. സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിൽ നോക്കുന്ന സാധാരണ നമ്മളെ തൊട്ടടുത്തുള്ള ഷോപ്പുകൾ, അതുപോലെ ബിസിനസ്സിലൊക്കെ നോക്കുന്ന നാട്ടിലെ ബിസിനസ്സുകൾ നോക്കുന്ന സമയത്ത് 10 മുതൽ 15 കോടി മുടക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത്തരത്തിൽ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യുള്ളൂ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, പവർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ വീക്കിലും ഓരോ ഫ്രാഞ്ചൈസികൾ കൊടുക്കുന്ന സമയത്ത് 3,000 രൂപ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് ആയിക്കൊണ്ട് ഇൻസെന്റീവ് ആയിക്കൊണ്ട് കിട്ടുന്നുണ്ടാവും. രണ്ടാമത്തെ വീക്കിൽ 2 ഓർഗനൈസേഷനും 2 ഫ്രാഞ്ചൈസികൾ വീതം കൊടുക്കുന്ന സമയത്ത് 6,000 രൂപ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീക്കിലി പ്രോഫിറ്റ് ആയി ഉയർത്താൻ പറ്റുമെന്നുണ്ടാവും. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണോ ചെയ്തത്, നമ്മളെ പാർട്ട്നേഴ്സിന് എന്താണ് അത് പഠിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു പഠിപ്പിച്ച് കൊടുക്കുന്നതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു പാർട്ട്നേഴ്സും അതുപോലെ ചെയ്യുന്നുണ്ടാവും. അത്തരത്തിൽ 8 വീക്ക് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 128 ഫ്രാഞ്ചൈസികൾ അടങ്ങുന്ന 2 ഓർഗനൈസേഷൻ എന്ത് ചെയ്താൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടാവും. 2.5 ലക്ഷമായിരിക്കും ആ ഒരു വീക്കിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇനി ഒരു ലീസ്റ്റ് ആയിട്ടുള്ള പോസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, 3 മാസത്തിൽ ഒരിക്കൽ ഓരോ ഫ്രാഞ്ചൈസികൾ കൊടുക്കുന്ന സമയത്തും നമുക്ക് എന്ത് പറ്റും, 3,000 രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. 6ാമത്തെ മാസം ആകുന്ന സമയത്തും 2 ഫ്രാഞ്ചൈസികൾ വീതം കൊടുക്കുന്ന സമയത്ത് 6,000 രൂപ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീക്കിലി പ്രോഫിറ്റ് ആയിക്കൊണ്ട് വാങ്ങിക്കാൻ പറ്റും. ഇത്തരത്തിൽ 24 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന സമയത്തും ഇത്തരത്തിൽ 128 പേരടങ്ങുന്ന ഒരു ഫ്രാഞ്ചൈസി എന്ത് ചെയ്യുന്നുണ്ടാവും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും, അതിലൂടെ 2.5 ലക്ഷം രൂപ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വരുമാനം വാങ്ങിക്കാനും ഇൻകം ഏൺ ചെയ്യാനും സാധിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന 9 സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട്, ഒരു ക്രോഡ്പതി എന്ന് പറയുന്ന ലെവലിലോട്ട്, 1 കോടിക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ചിട്ടുള്ള ഒരു ക്രോഡ്പതി ലെവലിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറാൻ പറ്റും. സ്റ്റാർ എന്ന് പറയുന്ന ലെവലായിരിക്കും എന്ത് ചെയ്യുന്ന സ്റ്റെപ്പ് ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ സ്റ്റാർ 250, സ്റ്റാർ 500, സ്റ്റാർ 1000, അതുപോലെ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് റാങ്ക് ആയിട്ട് റൂബി എക്സിക്യൂട്ടീവ്, പേൾ എക്സിക്യൂട്ടീവ്, എമറാൾഡ് എക്സിക്യൂട്ടീവ്, സഫയർ എക്സിക്യൂട്ടീവ്, ദെൻ എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്ന് പറയുന്ന 9ാമത്തെ സ്റ്റെപ്പ് എത്തുന്നതോടുകൂടി 1 കോടിക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയുടെ ആപ്ലിക്കന്റ് ആരാണോ, അവരുടെ കോപ്ലിക്കൻ, അവരുടെ സപ്പോർട്ടർ ആരാണോ, നിങ്ങൾ ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പാരന്റ്സ് ആയിരിക്കും, അതല്ല മാരീഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കപ്പിൾ പാർട്ട്ണർ ആയിരിക്കും ഈ ഒരു കോപ്ലിക്കന്റ് എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ ഉണ്ടാവുക. അവരുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് പുറമെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മാസവും 50,000 രൂപ നമുക്ക് റിവാർഡ് ആയിക്കൊണ്ട് കമ്പനി അയച്ചു തരുന്നുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കും ഒരുപാട് റിവാർഡ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. സ്റ്റാർ 500 എന്ന് പറയുന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ആക്സിഡന്റൽ ഇൻഷുറൻസ് പോളിസി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ 1000 എന്ന് പറയുന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം, ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ, ഗ്രാൻഡ് ഷെറാട്ടൺ എന്ന് പറയുന്ന ബാംഗ്ലൂർ തന്നെ ഗ്രാൻഡ് ഷെറാട്ടൺ എന്ന് പറയുന്ന 5 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫാമിലിയോട് കൂടിയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് റാങ്ക് ആയിട്ടുള്ള റൂബി എക്സിക്യൂട്ടീവ് ആവുന്ന സമയത്ത് തായ്ലൻഡ് എന്ന് പറയുന്ന അമേസിംഗ് രാജ്യത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ കോപ്ലിക്കന്റ് ആരാണോ അവരെയും കൂട്ടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രിപ്പ് അച്ചീവ് ചെയ്യാം, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിക്കൊണ്ട് നമുക്ക് ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ മലേഷ്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പേൾ എക്സിക്യൂട്ടീവ് ആവുന്ന സമയത്ത് മലേഷ്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയി ഇന്നാണ് മലേഷ്യ പോയിട്ട് എന്ത് ചെയ്യുന്നതാ തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രിപ്പുകൾ പറയുന്ന സമയത്ത് ഇത് ഓൾറെഡി കൊടുക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മലേഷ്യ കഴിഞ്ഞ് ഇന്നാണ് എന്ത് ചെയ്യുന്നതാവുക, പല ആളുകളും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ടാവുക എന്നുള്ളതാണ്. ഇനി ആ ട്രിപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ നമുക്കൊരു ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ 4 വീലർ എടുക്കാനുള്ള ഒരു ഡൗൺ പേയ്മെന്റ് ആയിട്ട് എന്ത് ഉണ്ടാവും, കമ്പനി നമുക്ക് പേ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ 20 ലക്ഷം രൂപ വരുമാനം വാങ്ങി ഒരു എക്സിക്യൂട്ടീവ് എമറാൾഡ് എക്സിക്യൂട്ടീവ് ആവുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാനിലോട്ടും, അതുപോലെ 50 ലക്ഷം രൂപ വരുമാനം വാങ്ങി ഒരു സഫയർ എക്സിക്യൂട്ടീവ് ആവുന്ന സമയത്ത് ദുബായിലോട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത്തരത്തിൽ ഒരു ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നമ്മുടെ ആപ്ലിക്കന്റിന് കൂടിയിട്ടാണ് ചെയ്യുന്നതാവുക ഇത്തരത്തിൽ ട്രിപ്പ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പല ആളുകളും ജോബിന് വേണ്ടിയിട്ടും വിസിറ്റിങ്ങിന് വേണ്ടിയിട്ടും പല ആളുകളും പോകുന്ന രാജ്യമാണ് ദുബായ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഒരു പ്രീമിയം ടൂറിസ്റ്റ് ആയിക്കൊണ്ട് ഒരു ലക്ഷറി ടൂറിസ്റ്റ് വിസയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ദുബായ് എന്ന് പറയുന്ന രാജ്യത്ത് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് എന്ത് ചെയ്യുന്നതാവുക, ഈ ഒരു സഫർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് നമുക്ക് കമ്പനി നൽകുന്നുണ്ടാവുക. അതുപോലെ എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്ന് പറയുന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് സിംഗപ്പൂർ വിത്ത് സ്റ്റാർ ക്രൂയിസ് എന്ന് പറയുന്ന ട്രിപ്പ് ആയിരിക്കും ഉണ്ടാവുക നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതുപോലെ എക്സിക്യൂട്ടീവ് ബ്ലൂ ഡയമണ്ട് എന്ന് പറയുന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് ചൈനയിലോട്ടായിരിക്കും ഇത്തരത്തിൽ കോപ്ലിക്കന്റ് കൂട്ടി നമുക്ക് ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അതുപോലെ തന്നെ
എക്സിക്യൂട്ടീവ് പർപ്പിൾ ഡയമണ്ട് എന്ന് പറയുന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്കയിലോട്ടും, അതുപോലെ എക്സിക്യൂട്ടീവ് വൈറ്റ് ഡയമണ്ട് എന്ന് പറയുന്ന സമയത്ത് യൂറോപ്പിലോട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റും. അടുത്ത റാങ്ക് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ എന്ന് പറയുന്ന അംബാസിഡർ കാറ്റഗറിയിൽ ആകുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ഡയമണ്ടിന്റെ റിങ്ങും പെൻഡന്റ് എത്തിയിട്ടുണ്ടാവും, നമുക്ക് നമ്മളെ ആപ്ലിക്കന്റിനും കൂടി നമ്മളെ കമ്പനി തരുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു 10 lakh വൺ ടൈം ക്യാഷ് റിവാർഡ് എത്തിയിട്ടുണ്ടാവും നമ്മളെ ഈ ഒരു കമ്പനി നൽകുന്നുണ്ട്. അതുപോലെ റോയൽ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് ഒരു ബ്രാൻഡ് ന്യൂ പോർഷെ കാർ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് കമ്പനി അബ്സല്യൂട്ട്ലി ഫ്രീ ആയിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, നൽകുന്നുണ്ടാവും എന്നുള്ളതാണ്. ഈ റാങ്കിൽ തന്നെ നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക USA അമേരിക്കയിലോട്ട് എന്ത് ചെയ്യും, ഇതുപോലെ ഒരു ട്രിപ്പ് നമുക്ക് ഫാമിലിയും കൂട്ടി എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇമ്പീരിയൽ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ കണ്ണ് തള്ളുന്ന രീതിയിലുള്ള ഒരു റിവാർഡാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കമ്പനി നൽകുന്നത്. 1 കിലോ 24 കാരറ്റ് ഗോൾഡ്, അതായത് തങ്കമാണ് എന്ത് ചെയ്യുന്നതാവുക, നമുക്ക് കമ്പനി റിവാർഡ് ആയിക്കൊണ്ട് നൽകുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായിട്ടുള്ള റോയൽ കരീബിയൻ ഐക്കൺ ഓഫ് ദ സീസ് എന്ന് പറയുന്ന കപ്പലിലായിരിക്കും എന്ത് ചെയ്യുന്നതാവുക, നമ്മളെ കമ്പനി നമ്മളെ ഫാമിലിയെ എന്ത് ചെയ്യുന്നതാവുക, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിക്കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റാങ്ക് ആയിട്ടുള്ള ക്രൗൺ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ എന്ന് പറയുന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ട് ടോളസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്കൊരു റെസിഡൻസ് എന്ത് ചെയ്യുന്നതാവും, കമ്പനി നൽകുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ഒരു ട്രിപ്പും കൂടി എന്ത് നൽകുന്നുണ്ട്. ഈ ഒരു റാങ്ക് എത്തുന്നത് കൂടി ഓൾമോസ്റ്റ് നമ്മളെ ലോകത്തിലുള്ള എല്ലാ പ്ലേസുകളും എന്ത് ചെയ്യുന്നുണ്ടാവും, ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ബഹിരാകാശത്തേക്ക് സ്പേസിലേക്കാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു കമ്പനി നമ്മളെ ആപ്ലിക്കേഷനും കൂട്ടി കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് പല ആളുകളും വിചാരിക്കുന്നുണ്ടാവുക, ഒരു സാധാരണ വ്യക്തിക്ക് ഇതൊക്കെ പോസിബിൾ ആണോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതെന്താണ്, ഇതൊക്കെ കമ്പനി വെറുതെ എന്താണ് പുളു അടിക്കുകയാണോ എന്നുള്ള കാര്യങ്ങൾ എന്താവും പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ ഇവിടെ നോക്കേണ്ട കാര്യം, ഏകദേശം 108ഓളം ക്രോഡ്പതീസിനെ ഓൾറെഡി നമ്മൾ ഇന്ത്യയിൽ നിന്ന് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് വൈബ്രന്റ് യുവ എന്ന് പറയുന്ന ഒരു കമ്പനി. നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മളെ സ്വന്തം സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ, ഏറ്റവും കൂടുതൽ ക്രോഡ്പതീസിനെ എന്ത് ചെയ്യുന്നുള്ള ഈ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഈ ഒരു പ്ലാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ടീം ജീവൻ ആനന്ദ് പറയുന്ന ഓർഗനൈസേഷനിലാണ് നിങ്ങൾ ഈ പ്ലാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെൻട്രൽ ആയിട്ടുള്ള വ്യക്തിയാണ് ജീവൻ ആനന്ദ് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു കൊറിയർ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരം പരിചയപ്പെട്ടത് അദ്ദേഹത്തിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫാൻസിയിൽ നിന്ന വ്യക്തികളുണ്ട്, അധ്യാപകരുണ്ട്, ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്ത വ്യക്തികളുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ IT പ്രൊഫഷണൽസ് ഉണ്ട്, അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളെ 16ഓളം വ്യക്തികളെ 1 കോടിക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ സഹായിച്ചിട്ടുള്ള, സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് ഈ ഒരു ടീം ജീവൻ ആനന്ദ് പറയുന്ന ഓർഗനൈസേഷൻ. ആ ഒരു ടീം ജീവൻ ആനന്ദ് ഓർഗനൈസേഷനിലാണ് നിങ്ങൾ ഈ ഒരു പ്ലാന് കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അവസരം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഫോം കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്തോടും, നിങ്ങൾ ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്ബുക്ക് തുടങ്ങിയുള്ള KVDS ഡോക്യുമെന്റ്സ് നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാം, അയച്ചു കൊടുത്തുകൊണ്ടും, അതുപോലെ നിങ്ങളെ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത് എന്ത് പറ്റും, ഈ ഒരു അവസരത്തോട് കയറി നിൽക്കാം എന്നുള്ളതാണ്. ഇനി എങ്ങനെയൊക്കെ രീതിയിൽ ഒരു ബിസിനസ് ഓണർ ആവാന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഒരു ടോപ്പ് ലെവൽ ആയിക്കൊണ്ട് ഒരു 40 പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് എന്ത് പറ്റും, ഈ ഒരു അവസരം നമുക്ക് ഒരു ബിസിനസ് ഓണർ ആയിക്കൊണ്ട് ഈ അവസരത്തിൽ കയറി നിൽക്കാൻ പറ്റുന്നതാവും. അതുപോലെ മിഡ് ലെവൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 24 പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് എന്താണ് നമുക്ക് ഈ ഒരു അവസരം ബിസിനസ് ഓണർ ആയിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു വീട്ടമ്മമാർ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ബേസ് ലെവൽ ഒരു 12 പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അവസരത്തിലോട്ട് ഒരു ബിസിനസ് ഓണർ ആയിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു ആക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, എപ്പോഴും എന്ത് ചെയ്യുന്നത്, നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്നുള്ള അല്ലെ, പകുതി നല്ലൊരു തുടക്കമാണ് നമ്മളെ ഹാഫ് ടൺ അല്ലെങ്കിൽ പകുതി കഴിഞ്ഞു എന്ന് പറഞ്ഞത്, പകുതി നമ്മൾ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നല്ലൊരു തുടക്കമാണ്. അതുപോലെ തന്നെ ഏതൊരു ബിസിനസ് ഓണർ ആവുന്ന, ഏതൊരു വ്യക്തിയും ബിസിനസ് ഓണർ ആവുന്ന സമയത്ത് ആ ഒരു വീക്കിൽ എന്ത് ചെയ്യുന്ന, നിങ്ങൾക്ക് BOIM എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓണേഴ്സ് മീറ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബിസിനസ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം, നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ബിസിനസ് ഓണേഴ്സ് മീറ്റ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം എല്ലാ ശനിയാഴ്ചകളും എന്ത് ചെയ്യുന്നത് നമുക്ക് ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും എന്താണ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കോട്ടിങ്ങോട് കൂടി ഞാൻ ഈ ഒരു പ്രസന്റേഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻ ദ മൊമെന്റ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഷേപ്പ്ഡ് എന്നതാണ്. ഇതിപ്പോ നമ്മൾ എടുക്കുന്ന തീരുമാനമായിരിക്കും എന്ത് ചെയ്യുന്നതാവുക, നമ്മള് ഭാവി തീരുമാനിക്കുന്നുണ്ടാവുക. നമ്മളിപ്പോ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇതിന് മുന്നേ എടുത്തുള്ള തീരുമാനത്തിന് ആസ്പദമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് നിലനിൽക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭാവി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രസന്റേഷൻ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്, വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു. എന്നെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം. മൈസെൽഫ് ജാസിർ ബാബു, സ്ഥലം വരുന്നത് മലപ്പുറത്താണ്. ഹാൻഡ് ഓവർ ടു അവർ ബ്യൂട്ടിഫുൾ MC ഇർഫാന മാഡം. ഓക്കെ, താങ്ക് യു ജാസർ സാർ. വളരെ മനോഹരമായിക്കൊണ്ട് ഏതൊരു സാധാരണ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ കൃത്യമായിക്കൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ജാസർ സാർ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഒരു ഡിജിറ്റൽ ഹാർട്ട് സിംബൽ തന്നെ ജാസർ സാർക്ക് നൽകാം. താങ്ക് യു സോ മച്ച് ജാസർ സാർ വൺസ് അഗെയിൻ. ഓക്കെ, സോ നിങ്ങൾ പ്രോജക്റ്റ്
പരിചയപ്പെട്ടു, കമ്പനി പരിചയപ്പെട്ടു, പ്രോഡക്ട്സ് പരിചയപ്പെട്ടു. ഈ ഒരു ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ജാസർ സർ വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഒരുപാട് ഡൗട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവാം. അതിൽ മേജർ ആയിട്ട് വരുന്ന ഒന്നാണ് ഈ ഒരു പ്രോഡക്ട്സിനെ കുറിച്ച്, നമ്മൾ പരിചയപ്പെട്ട 5 പ്രോഡക്ട്സിനെ കുറിച്ച്. സോ അത്തരത്തിൽ പ്രോഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ ഇങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യാണ്. മലപ്പുറം സ്വദേശിനിയായിട്ടുള്ള ആഷിഫ മേഡത്തെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യാണ്. ആഷിഫ മേഡം, പ്ലീസ് വെൽക്കം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഇർഫാന മാഡം. വളരെ മനോഹരമായിട്ട് എന്നെ പരിചയപ്പെടുത്തി. പേര് ആഷിഫ, മലപ്പുറം സ്വദേശിയാണ്. ഇന്ന് എന്റെ ജീവിതത്തിൽ മാറ്റിമറിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് കടുത്ത മൈഗ്രെയിൻ കാരണം ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ശരിയായിട്ടുള്ള ഒരു നല്ല രീതിയിൽ ഒരു ജോലി ചെയ്യാൻ പറ്റാതെയും അതുപോലെ നല്ലൊരു യാത്ര പോകാൻ പറ്റുകയും നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റാതെയും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും താൽക്കാലിക ഒരു ആശ്വാസം മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വേദന കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരുപാട് ദിവസങ്ങൾ എനിക്ക് എന്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു കമ്പനിയുടെ അമേസിംഗ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഐപ്പിൾസിനെ കുറിച്ചിട്ട് അറിയാൻ കഴിഞ്ഞതും ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ കാരണമായിട്ടുള്ളതും. ആ ഒരു ഉപയോഗിച്ച് തുടങ്ങിയ ഒരു സമയം കൊണ്ട് തന്നെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എനിക്ക് നല്ലൊരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബെനിഫിറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പൂർണ്ണമായിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 8 വർഷമായിട്ട് എന്നെ അലട്ടിയിരുന്ന ഈ ഒരു പ്രോബ്ലം പൂർണ്ണമായിട്ട് മാറിയത് കൊണ്ട് തന്നെ ആ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു റിസൾട്ട് പോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിൽ ഇതുപോലെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. അപ്പൊ ആ ഒരു ഈ ഒരു റിസൾട്ട് എനിക്ക് പോസിബിൾ ആയതുപോലെ തന്നെ നിങ്ങൾക്കും ഇത് പരിചയപ്പെടുത്തുന്നതിലൂടെ നല്ലൊരു ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിനെ ഞാൻ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിച്ച് കഴിക്കാനുള്ള ഒരു നല്ലൊരു തീരുമാനം എടുക്കുക. ഈ ഒരു ഐപ്പിൾസ് എനിക്ക് തന്നിട്ടുള്ള ഈ ഒരു റിസൾട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചിട്ടുണ്ട്. നല്ലൊരു തീരുമാനം എടുക്കുക. ഈ ഒരു പ്രൊഡക്റ്റിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന ആ ഒരു വ്യക്തിക്കും ഈ ഒരു കമ്പനിക്കും വേണ്ടിയിട്ട് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്താണ്. താങ്ക് യു ഇർഫാന മാഡം. താങ്ക് യു സോ മച്ച് ആഷിഫ മാഡം. വളരെ മനോഹരമായിക്കൊണ്ട് ആഷിഫ മാഡത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് കിട്ടിയിട്ടുള്ള റിസൾട്ട് ആണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് വളരെ പാഷനേറ്റ് ആയിക്കൊണ്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡി ഓൺട്രപ്രണറെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യാണ്. സഫ മാഡം, പ്ലീസ് വെൽക്കം. താങ്ക് യു ഇർഫാന മാഡം. താങ്ക് യു സോ മച്ച്. മാഡം വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ ആണ് മാഡം. ഓക്കെ, വണ്ടർഫുൾ. ഗുഡ് ഈവനിങ് ഓൾ. മൈസെൽഫ് സഫ മുബഷിർ. സ്വദേശം വരുന്നത് മലപ്പുറം മഞ്ചേരിയാണ്. ഒരു ടീച്ചറായിരിക്കെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്തത്. അതിനു മുമ്പ് ഐപ്പിൾസ് എന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ബെനിഫിറ്റ് കിട്ടിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഓൺലൈൻ സുഹൃത്ത് എന്നോട് ഇതിലെ ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയ സമയത്ത് പ്രൊഡക്റ്റിൽ 100% വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്തു. ടീച്ചിങ്ങിന്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാമല്ലോ എന്ന് കരുതി ഏറ്റെടുത്ത അവസരമാണ്. പരിചയക്കാരിലേക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്താൽ അതിന്റെ റീറ്റെയിൽ പ്രോഫിറ്റ് ലഭിക്കുമല്ലോ എന്ന് കരുതി ഏറ്റെടുത്ത അവസരമായിരുന്നു. എന്നാൽ ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്തതിന് ശേഷം ഇതിന്റെ വ്യാപ്തി മനസ്സിലാവുകയും ഞാൻ മന്ത്ലി വാങ്ങുന്ന സാലറിയേക്കാൾ കൂടുതൽ എനിക്ക് ഇവിടെ വീക്ക്ലി ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള തിരിച്ചറിവുണ്ടായ സമയത്ത് ഞാൻ എൻ്റെ ടീച്ചിങ് ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു അവസരം സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്കറിയാം, ജോലി ചെയ്യുന്ന ആളുകൾക്ക് മന്ത്ലി ഫസ്റ്റ് നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും. എന്നാൽ 1-2 വീക്ക് കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള ക്യാഷ് തീർന്നിട്ടുണ്ടാവും. ദെൻ നമ്മൾ റോൾ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വീട്ടിലെ ചെലവുകൾക്കോ ഒന്നും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ, ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്തതിന് ശേഷം വീക്കിലി ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ മക്കളെ ഫീസ് കാര്യങ്ങളെല്ലാം കൊടുക്കാനും അതുപോലെ തന്നെ വീട്ടിലെ ചെലവുകൾക്കും മറ്റും ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് ഈ ഒരു അവസരത്തിലൂടെ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു അവസരത്തിലൂടെ എൻ്റെ വീക്ക്ലി ഇൻകം 20,000-ന് മുകളിൽ ഉയർത്താനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു അവസരം ഇവിടെ ആദ്യമായിട്ട് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ആരാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് ആ വ്യക്തിയോട് നിങ്ങളെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് അവരുടെ കൂടെ കയറി നിൽക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹാൻഡ് ഓവറിംഗ് ടു അവർ എനർജറ്റിക് MC ഇർഫാന മാഡം. താങ്ക് യു സോ മച്ച് സഫ മാഡം. സോ സഫ മാഡത്തിന്റെ ബിസിനസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടു. സോ ഇനി ഒരു പ്രോഗ്രാമിന്റെ ക്ലോസിംഗ് സെഷൻ ആണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു ചീഫ് ഗസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഇന്ന് കമ്പനിയിൽ വളരെ പാഷനേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് ഏകദേശം 2 കോടിക്ക് മുകളിൽ കമ്പനിയിൽ നിന്ന് ഇൻകം ഏൺ ചെയ്തുകൊണ്ട് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ബ്ലൂ ഡയമണ്ട് എന്ന് പറയുന്ന റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന കോഴിക്കോട് മുക്കം സ്വദേശിയായിട്ടുള്ള റാഷിദ് സാറെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യാണ്. റാഷിദ് സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു ഇർഫാന മാഡം. ഗുഡ് ഈവനിങ്. പേര് പരിചയപ്പെടുത്തിയ റാഷിദ്, സ്വദേശം കോഴിക്കോടാണ്. ഞാൻ ഈ അവസരത്തിലേക്ക് വരുന്നത് പ്രവാസിയായിരുന്നു, സൗദിയിലായിരുന്നു.
മൊബൈൽ ഷോപ്പിലായിരുന്നു. അപ്പം അവിടെ നിന്ന് ഈ അവസരം എൻ്റെ സുഹൃത്ത് ഫാദർ അറിഞ്ഞ സമയത്ത് ഏറ്റെടുക്കാൻ 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ് കേട്ടു അല്ലേ, ഇതുപോലെ എൻ്റെ ഉമ്മക്ക് ആരോഗ്യപരമായിട്ട് വരുന്നു. അപ്പം അതിന് അടിപൊളിയായിട്ടൊരു പ്രൊഡക്റ്റാണ് I+ എന്നുള്ള കാര്യം സുഹൃത്ത് പറഞ്ഞു. ഒരുപാട് ആളുകൾ കിട്ടിയ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പ് മുഖാന്തരം ഞാൻ അറിഞ്ഞപ്പോൾ എന്തായാലും ബിസിനസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. കാരണം ഈ പ്രൊഡക്റ്റ് ഉമ്മക്ക് കൊടുക്കണം. റീറ്റെയിൽ നമുക്ക് DP റേറ്റ് പ്രൊഡക്റ്റ് കിട്ടാൻ നല്ലതല്ലേ. രണ്ടാമത്, ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500 രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മലയാളിയാണ്, വെറുതെ കിട്ടുന്ന 500 നഷ്ടപ്പെടുത്തേണ്ട എന്നൊരു മൈൻഡിലാണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തത്. എന്നാൽ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് നെഞ്ചിലിരിച്ച മറ്റൊരു കാരണമുണ്ട്. നിലവിലേക്ക് നാട്ടിലുണ്ടായിരുന്ന കച്ചവടം നല്ല രീതിയിൽ നാട്ടിലേക്ക് ലീൻ വന്ന സമയത്ത് എൻ്റെ പാർട്ണറുള്ള ഫണ്ടൊക്കെ ആയിട്ട് മുങ്ങി. 2 വെള്ളപ്പൊക്കത്തിൽ എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സെറ്റ് ആവാൻ വേണ്ടി ശ്രമം നടത്തിയതാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സ്വരൂപിച്ച് കൂട്ടിയ പല ആളുകളിൽ നിന്നും സ്വരൂപിച്ച് കൂട്ടിയ ഫണ്ടുമായിട്ട് എൻ്റെ പാർട്ണർ മുങ്ങുകയാണ് ഉണ്ടായത്. അതോടുകൂടി ഞാൻ മൊത്തം നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് മാറി. അതിന് ഇടയിൽ എന്ത് ചെയ്യുന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് വിവാ ബിസിനസ് എൻ്റെ കയ്യിലുണ്ട്, ഉമ്മക്ക് അമേസിംഗ് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുകയും ചെയ്തു, ഇതൊന്നും മനസ്സിലാക്കാൻ ഞാൻ തയ്യാറായി എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ മുമ്പിൽ സംസാരിക്കാനുള്ള കാരണം. 92 ലക്ഷം രൂപയിലധികം ഞാൻ കടക്കാനായിരുന്നു. എൻ്റെ ഫണ്ടൊന്നല്ല, പലരോടും അറേഞ്ച് ചെയ്തിട്ടുള്ള ഫണ്ട്, പക്ഷെ കടക്കാനായിട്ട് മാറി. അപ്പോൾ എങ്ങനെയായാലും ജോലി ചെയ്ത് വീട്ടാൻ പറ്റൂല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. എൻ്റെ ക്വാളിഫിക്കേഷൻ എനിക്കറിയാം. ഇനി എന്തെങ്കിലും ബിസിനസ് ചെയ്ത് തുടങ്ങി വിജയിപ്പിക്കണം എന്നെങ്കിൽ തുടങ്ങാനുള്ള പൈസ ഇല്ല, ഉള്ളത് മൊത്തം കടത്തിലുമാണ്. തുടങ്ങിയാൽ തന്നെ വിജയിക്കുന്ന ഒരു പ്രതീക്ഷയും എല്ലാം നഷ്ടപ്പെട്ടൊരു സമയം. അങ്ങനെയാണ് ഈ ബിസിനസ് ഏറ്റെടുക്കുന്നത്. എന്ത് ബെനിഫിറ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഒരു കണക്ക് പറയാം. എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ജോലിക്ക് പോവുകയാണെങ്കിൽ മാസം 50,000 രൂപ ഗൾഫ് പോയി കിട്ടുന്ന ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. എനിക്ക് കിട്ടിയത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 50,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ വരുമാനമാണ് എനിക്കറിയാം. 50,000 രൂപ വരുമാനം വാങ്ങുന്ന ഒരാൾ ആ വരുമാനം മാറ്റി വെച്ചാൽ, അതിന് ചെലവും കാര്യമൊക്കെ കഴിയണം, എന്നാലും തൽക്കാലം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇങ്ങനെ കൂട്ടാം, മാറ്റി വെച്ചാൽ ഒരു വർഷം കൊണ്ട് 6 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാം. 7 വർഷം കൊണ്ട് 42 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാം. ഇതിലൂടെ എനിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഞാൻ 7 വർഷമായി നെഞ്ചിലേറ്റി സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ് ചെയ്യും. എൻ്റെ 29ാമത്തെ വയസ്സിൽ ഞാൻ സീരിയസ് ആയിട്ട് ബിസിനസ്സിലേക്ക് ഏറ്റെടുത്തു. ഇന്ന് എനിക്ക് 36 വയസ്സായി. ഈ 7 വർഷം കൊണ്ട് എന്ത് മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചാൽ, 50,000 രൂപ വരുമാനം വാങ്ങുന്ന ഒരാൾ 35 വർഷം അധ്വാനിച്ചാൽ കിട്ടുന്ന വരുമാനത്തിനേക്കാളും കൂടുതൽ, അഥവാ 29ാമത്തെ വയസ്സിൽ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 35 വയസ്സിന് കഴിയുമ്പോൾ എത്ര വരുമാനം ഉണ്ടാവും അതുകൂടി ആഡ് ചെയ്താൽ 64ാമത്തെ എൻ്റെ വയസ്സിൽ കിട്ടേണ്ട വരുമാനം ഞാൻ 7 വർഷം ഉണ്ടാക്കി കഴിഞ്ഞു. അഥവാ 35 വർഷം 50,000 രൂപ മാറ്റി വെച്ചാൽ ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് 2,10,00,000 രൂപ വരുമാനം വരും. 2,10,00,000 രൂപയിലധികം വരുമാനം ഈ ബിസിനസ്സിലൂടെ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളതാണ് 7 വർഷം കൊണ്ട്. ഇതാണ് ഞാൻ ഇതിൽ കണ്ടൊരു മാറ്റം. അതുകൊണ്ട് തന്നെ എനിക്കും ഇത് പറയാൻ പറ്റും, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അടിപൊളി ബിസിനസ്. എനിക്ക് ട്രാവൽസ് ഉണ്ടായിരുന്നു, അതുപോലെ ഡ്രസ്സിൻ്റെ ഹോൾസെയിൽ കച്ചവടം ഉണ്ടായിരുന്നു, നല്ല പൊട്ടിപ്പോയ ഡ്രസ്സിൻ്റെ കച്ചവടം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു KG ഇലക്ട്രോണിക്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പല മേഖല ഞാൻ ചെയ്തിട്ടുണ്ട്, പല ജോലികളും ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ചെയ്യുന്ന ഏത് മേഖല വെച്ച് നോക്കുകയാണെങ്കിലും 1 രൂപ പോലും ചെലവില്ലാതെ കൂടെ വന്ന ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ അവരും വിജയിക്കും, നമുക്കും വിജയിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, സംഭവമൊക്കെ അടിപൊളിയാണ്, എന്നാലും ഇത് ലീഗലി ഓക്കെയാണോ, എന്തെങ്കിലും പണി കിട്ടും അല്ലേ? നമ്മുടെ നാട്ടിൽ വിജയിച്ച ആൾക്കാരെ പറയുന്നതിനേക്കാൾ കൂടുതൽ പണി കിട്ടിയ ആൾക്കാരാണ് പറയാനുള്ളത്. ഏതൊരു കമ്പനി ചൂസ് ചെയ്യുമ്പോഴും അതിന് ലീഗൽ വശം നോക്കണം. ആസിറ്റും വെള്ളവും കാണുമ്പോൾ ഒരേ രീതിയിലാണ്, അതിന് ടേസ്റ്റ് ചെയ്യുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു കമ്പനി ചൂസ് ചെയ്യുമ്പോൾ അത് ലീഗൽ വശം നോക്കാൻ നിർബന്ധമാണ്. നമ്മുടെ കമ്പനിയുടെ ലീഗൽ വശം നോക്കുകയാണെങ്കിൽ കേരള വാല്യൂ അതോറിറ്റി പ്രകാരം കേരളത്തിൽ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മുടെ കമ്പനി ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഗവൺമെന്റ് വ്യക്തമായ ഗൈഡ്ലൈൻസ് കൊണ്ടുവന്നപ്പോൾ അത് പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് ഫസ്റ്റ് ലൈസൻസ് എടുത്ത കമ്പനിയാണ് നമ്മുടെ ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. അതുപോലെ തന്നെ നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഗവൺമെന്റ് സ്ഥാപനമായിട്ടുള്ള ഗിഫ്റ്റ് എന്ന സ്ഥാപനമുണ്ട്. മുതിർന്ന IAS ഉദ്യോഗസ്ഥരാണ് അവിടെ ട്രെയിനിങ് നൽകുന്നത്. നിലവിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അതിൽ ചെയർമാനായിട്ട് വരുന്നത്. ഇങ്ങനെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ള 2000-ലധികം ആളുകൾ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് നമ്മുടെ ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. അതൊരാളാണ് ഞാൻ. ലീഗലി പക്ക ഓക്കെയാണ്. ഇനി ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. എന്തിനാണ് ഈ ബിസിനസ് ചൂസ് ചെയ്യുന്നത് എന്നോട് ചോദിച്ചാൽ എൻ്റെ മറുപടി ഇതാണ്.
ഇന്ന് നമ്മളെ സമൂഹത്തിൽ എല്ലാ ആളുകളും നല്ല കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അവർ അർഹിക്കുന്ന രീതിയിലുള്ള വരുമാനം നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? പലരും ഗൾഫിലേക്ക് പോയി പ്രവാസ ലോകത്തേക്ക് പോയി വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ? ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് പ്രവാസികളുടെ അവസ്ഥ, പ്രവാസ ലോകത്ത് പോയി അധ്വാനിച്ച് നാട്ടിലേക്ക് ലീവിന് വന്നു, തിരിച്ച് റിട്ടേൺ പോകണമെങ്കിൽ ഗൾഫിൽ നിന്ന് ടിക്കറ്റ് വരണം. ശരിയാണോ അല്ലേ? ഞാൻ ഭൂരിഭാഗം ആളുകളാണ് ഞാൻ പറയുന്നത്. ചില ആളുകൾ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിച്ചാലോ, സംരംഭം തുടങ്ങണമെന്ന് വിചാരിച്ചാലോ, തുടങ്ങുന്നതിനേക്കാളും മുൻപേ പൂട്ടിപ്പോണ്ട അവസ്ഥ. എത്ര ഫണ്ട് മുടക്കി തുടങ്ങിയാലും വിജയിക്കാനും വിജയിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ശരിയാണോ അല്ലേ? ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ തുടങ്ങേണ്ട അവസ്ഥ. ഇനി എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു പ്ലാനിങ് ഉണ്ടാക്കി നമ്മൾ സ്ഥാപനം സെറ്റാക്കി കഴിഞ്ഞാൽ അത് ഡിമാൻഡ് ഉള്ളതാണെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ സർവീസ് കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഈ മേഖല ഏറ്റെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെ കച്ചവടം അതോടെ സ്റ്റോപ്പ് ആവും. ശരിയാണോ അല്ലേ? ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കുന്നു. AI കാലഘട്ടമാണ്. അതിനേക്കാളും നല്ലത് വരുമ്പോൾ അതിലേക്ക് ആൾക്കാർ പോകുന്നു. ഇത് അവസ്ഥ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകൾ വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ അതിനർഹിക്കുന്ന രീതിയിലെ വരുമാനം എല്ലാവർക്കും ഇന്ന് പോസിബിൾ അല്ല. ഇവിടെയാണ്, ഇനി ഗവൺമെന്റ് ജോലിയാണെങ്കിൽ എല്ലാവർക്കും പോസിബിൾ ആണോ? അതുമല്ല. ഇവിടെയാണ് ഇൻഡസ്ട്രിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ഈ കമ്പനിയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ, പലർക്കും അപ്പോൾ സംശയം ഉണ്ടോ, ഇതെങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും, ഇതൊന്നും ഇവിടെ പറയുന്നില്ലല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾ ആരാണോ പരിചയപ്പെടുത്തിയത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഈ സിസ്റ്റവും കാര്യങ്ങളും, ഒരു ബിസിനസ് ആകുമ്പോൾ അതിലൊരു സിസ്റ്റം ഉണ്ടാവും. ഈ സിസ്റ്റത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും, 92 ലക്ഷം കടണ്ടായിരുന്ന ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇത് ഒന്നൊന്നര ഒരു അവസരം, എന്താ പറയുക, ഒന്നൊന്നര ഒരു മുതൽ ഒരു ബിസിനസ്സാണ്. ചൈനീസ് പഴമൊഴിയിട്ട് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്, 5 അവസരം ദൈവം ഒരു വ്യക്തി കൊടുക്കുന്നതാണ് പറയപ്പെടുന്നത്. അതിൽ എത്ര സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്കറിയാവുന്നൊരു സത്യമുണ്ട്. 92 ലക്ഷം രൂപ കടണ്ടായിരുന്ന ഞാൻ നിങ്ങളുടെ മുമ്പിൽ 2 കോടി 10 ലക്ഷം രൂപയിലധികം വരുമാനം വാങ്ങി എന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇതൊരവസരം. എന്നെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാളും വിജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം ലീഗലി ഓക്കെയാണോ, മോറലി ഓക്കെയാണോ, പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റും, ഇതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇത് മാത്രമല്ല, ഇങ്ങനൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനൊക്കെ അറിഞ്ഞിട്ടും എന്നാലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വിവരാവകാശ നിയമം അനുസരിച്ച് ഗവൺമെന്റിനോട് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റും. ഇൻഡസ്ട്രിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് എന്ന കമ്പനി ലീഗലാണോ, ഇത് ചെയ്യാൻ പറ്റുമോ, നിയമപരമായിട്ട് അംഗീകരിക്കപ്പെട്ടതാണോ? അപ്പൊ ഗവൺമെന്റ് റിപ്ലൈ തന്നോളും, ലീഗലാണ്, മോറലാണ്, പ്രാക്ടിക്കലാണ് എന്നുള്ള ഉത്തരം, എന്നുള്ള ആൻസർ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കോളും നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത് ലീഗലി പക്ക ഓക്കെയാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടതിൽ, സൗദിയിൽ ഷോപ്പ് നടത്തുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഷോപ്പ് ഉള്ള ആളോട് നമ്മൾ അവർ വില കുറച്ച് വെക്കുമ്പോൾ നമ്മൾ വില കുറച്ച് വെക്കും. ഇങ്ങനെ ഒരു മത്സരമാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, കൂടെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള കൂടെ വന്ന ആളെ വിജയിപ്പിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളും വിജയിക്കും, അവരും വിജയിക്കും, എല്ലാവരും വിജയിപ്പിക്കും, നമ്മളെ വലിയ വിജയത്തിലേക്ക് എത്തും. ഞാൻ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു Audi Q3 കാർ പർച്ചേസ് ചെയ്തത് പറയാനുണ്ടായ കാരണം, ഈ ബിസിനസ്സിൽ വരുന്നതിന്റെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അന്ന് ഞാൻ ബിസിനസ് ഏറ്റെടുത്ത് ബിസിനസ് ഒന്നുമില്ല, ബിസിനസ് ചെയ്തിട്ടില്ല. നിലവിൽ എൻ്റെ ബിസിനസ് ഉണ്ടായിരുന്ന ബിസിനസ്സൊക്കെ പൊട്ടി പാളീസായി വല്ലാത്ത അവസ്ഥ നിൽക്കുന്ന സമയത്ത് ആ കാർ, അതിനുണ്ടായിരുന്ന ഒരു വർണ്ണ കാറൊക്കെ ആളുകൾ തീരുമാനാക്കിയതാണ്. പൈസ കൊടുക്കാൻ ആൾക്കാരുണ്ടാകുമ്പോൾ വീട്ടിൽ കാർ ഉണ്ടാവില്ലല്ലോ. അതേ ഞാൻ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു Audiന്റെ Q3 കാർ പർച്ചേസ് ചെയ്തു. ഞാൻ എൻ്റെ ലൈഫിൽ വന്ന മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറാൻ പറ്റുന്ന അവസരം. അപ്പൊ ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. ആരാണോ നിങ്ങൾക്ക് അവസരം പരിചയപ്പെടുത്തിയത് അവരോട് ചോദിച്ച്, അവർക്ക് പരിചയപ്പെടുത്തിയ ആളുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തി ഈ ബിസിനസ് നിങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, A to Z വരെയുള്ള കാര്യങ്ങൾ മൊത്തം സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇത് വല്ലാത്ത രീതിയിൽ നിങ്ങളെ വളർത്താൻ, നിങ്ങൾ അവസരം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോം ഉപകാരപ്പെടും. ഞാൻ സൗദിയിൽ ജോലിക്ക് പോയിട്ടുണ്ട്, ഒമാനിൽ ജോലിക്ക് പോയിട്ടുണ്ട്, ദുബായിൽ ജോലിക്ക് പോയിട്ടുണ്ട്. എന്നാൽ 3 രാജ്യത്ത് ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്, ഇന്ത്യ അല്ലാതെ. എന്നാൽ ഈ ബിസിനസ് 7 വർഷം കൊണ്ട് 6 രാജ്യത്ത് ഞാൻ ഈ കമ്പനി എന്നെ കൊണ്ടുപോയി. ഒന്ന് ദുബായ്, അബുദാബി, തായ്ലൻഡ്, അതുപോലെ ജർമ്മനി, ഓസ്ട്രിയ, സ്ലോവാക്യ ഒക്കെ ഞാൻ പോയി. ഇപ്പോൾ മലേഷ്യയിലേക്ക് എനിക്ക് എൻ്റെ കോംപ്ലിക്കേറ്റ് വൈഫും എൻ്റെ മോനൊക്കെ പോകാനുള്ള ചാൻസ് കിട്ടിയതാണ്. പക്ഷെ എയർപോർട്ടിൽ എത്തിയ സമയത്ത് മോന് കുറച്ച് പനിയോ കാര്യങ്ങളൊക്കെ വന്നു, ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് കാരണം ഞാൻ പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ വൈഫിനോട് പറഞ്ഞിട്ട് ടെൻഷൻ ആവണ്ട, നമുക്ക് അടുത്ത ട്രിപ്പ് എന്ത് ചെയ്യാം, കമ്പനി നമ്മളവിടെ ഉണ്ടല്ലോ, അടുത്ത ട്രിപ്പ് നമുക്ക് എവിടേക്കാണെങ്കിൽ നമുക്ക് പോകാമല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ 6 രാജ്യത്ത് ഞാൻ പോയി, 7ാമത്തത് എൻ്റെ മിസ്സായി. എന്നാലും പ്രശ്നമില്ല,
നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് എന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചാൻസുകൾ വന്നുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ട്രിപ്പ് പോയ ആൾക്കാർക്കും വരുമാനമുണ്ട്. കാരണം എന്താ, അവരവിടെ അടിച്ചു പൊളിക്കുന്ന സമയത്ത് അവരുടെ ടീം ഇവിടെ നാട്ടിലുണ്ട്. ഇങ്ങനെ കടന്നുറങ്ങിയാലും പൈസ. സാധാരണ ജോലിക്കാരെ സംബന്ധിച്ചുള്ള നമുക്കറിയാം, അവർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആ സമയത്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലാവുന്ന സമയത്ത് ചെലവുണ്ടാവും, വരുമാനം ഉണ്ടാവില്ല. പക്ഷെ ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ബിസിനസ് ചെയ്ത് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് 2,10,00,000 പ്രോഫിറ്റ് വന്നു. 50,000 രൂപ വരുമാനം വാങ്ങുന്ന ഒരാൾക്ക് 7 വർഷം കൊണ്ട് 42 ലക്ഷം രൂപ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. 1 ലക്ഷം വരുമാനം വാങ്ങുന്ന ആൾക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും? 84 ലക്ഷം രൂപ. എന്നാൽ 2,10,00,000 രൂപ എനിക്ക് 7 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് ഒന്ന് വേണമെന്ന് കരുതി ഒന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറെങ്കിൽ മനസ്സിലാവും. ആളുകൾ പലതും പറയും, പലതും പറയാം. ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചക്ക് പച്ചവെള്ളം കണ്ടാൽ പേടിയാന്നുള്ള അവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ ഈ ബിസിനസിനെ കുറിച്ച് ആളുകൾ പറയുന്നത് കേൾക്കാതെ ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാനും ലീഗലായിട്ട് ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കാനും അങ്ങനെ മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ തയ്യാറാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ലീഗലായിട്ടുള്ള ബിസിനസ്സാണ്. ഒരുപാട് ആളുകളോട് വിജയിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇത് നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് ഗവൺമെന്റിന്റെ ഏതൊക്കെ ഭാഗം സപ്പോർട്ട് ഉണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ പഠിക്കുക, മനസ്സിലാക്കുക. ഞാൻ നിങ്ങളോട് ഉറപ്പ് തരും, നിങ്ങൾ അവസരം അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബിസിനസിനെ കുറിച്ചൊന്ന് പഠിക്കാൻ തയ്യാറാണ്. ഈ അവസരം പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. അതിന് സർവശക്തൻ തുണക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. വിഷ് യു ഓൾ ദ സക്സസ്. ജയ് ഹിന്ദ്, ജയ് വിവ. ഓവർ ടു യു എംസി. താങ്ക് യു റഷീദ് സാർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും ഇന്ന് ഈ ഒരു കീനോട്ട് സെഷന് വേണ്ടിയിട്ട് ഇവിടെ പ്രസന്റ് ആയി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാർ ഷെയർ ചെയ്തു തന്നു. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സാറിന്റെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ റഷീദ് സാർ. സോ നിങ്ങൾ കമ്പനി പരിചയപ്പെട്ടു, അതുപോലെ പ്രോഡക്ട്സ്, അതുപോലെ ബിസിനസ് ചെയ്തിട്ടുള്ള ആളുകള്, പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ ഇവിടെ പരിചയപ്പെട്ടു. എന്നിരുന്നിട്ടും നിങ്ങളുടെ മൈൻഡിൽ ഇനിയും ഡൗട്ട്സ് ബാക്കിയാണെന്നുണ്ടെങ്കിൽ ആരാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവരുമായിട്ട് സംസാരിച്ച് മറ്റു ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് കൃത്യത വരുത്തിക്കൊണ്ട് മാത്രം നിങ്ങൾ ഒരു ബിസിനസിന്റെ ഭാഗമാകാൻ ശ്രദ്ധിക്കുക. ആന്റണി റോബിൻസൺസിന്റെ കോഡ്സ് കടമെടുത്തുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ഇൻ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഈസ് ഷേപ്ഡ്. നിങ്ങൾ തീരുമാനമെടുക്കുന്ന ഈ ഒരു നിമിഷത്തിലാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ. സൈനിങ് ഓഫ് ഇർഫാന.